ഗുജറാത്തിലെ ഒരു ചെറിയ സാറ്റർഡേ മാർക്കറ്റ് കണ്ടാലോ? ഇവിടെ ഫുള്ള് സാധനങ്ങളും കിട്ടും കേട്ടോ. പച്ചക്കറി, പഴം എന്ന് വേണ്ട വീട്ടിൽ വേണ്ട എല്ലാ സാധനങ്ങളും എല്ലാം വ്യാജനാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പല സാധനങ്ങളും ഓൺലൈനിൽ നിന്ന് വരെ ഇവിടെ വാങ്ങിച്ച് വ്യാജനാണോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല കേട്ടോ. അതുകൊണ്ട് എന്താ പറയുക, ചവിട്ടി, പായ, ചൂല് എല്ലാം ഇവിടെയുണ്ട്. 150 രൂപ 100 രൂപയ്ക്കൊക്കെ കിട്ടും കേട്ടോ. ഡ്രസ്സ്, സാരി, ചെരുപ്പ് കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ പ്രത്യേകിച്ചൊന്നും വാങ്ങില്ല. എൻ്റെ ഈ ലക്ഷ്യം എന്ന് വെച്ചാൽ വള വാങ്ങലാട്ടോ. 50 രൂപയ്ക്ക് 4 വള, നല്ല രസമാണ് കാണാൻ. അത് വാങ്ങാനും ലക്ഷ്യത്തോടാണ് ഞാൻ ഈ പോകുന്നത്. പിന്നെ ഇച്ചിരി സമയവും കിട്ടി എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടക്കാം കേട്ടോ. അങ്ങനെ ഇങ്ങനെ വളക്കച്ചവടം, മാലക്കച്ചവടം എല്ലാവരും ഇവിടെ സെപ്പറേറ്റ് കടയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് ഇവിടെ നോക്കുന്നതാണ്. ഈ തിരി തന്നെ കണ്ടില്ലേ? ഈ തിരി മാത്രം ഉന്തുവണ്ടിയിലാണ് ഇവർ വിറ്റുകൊണ്ട് നടക്കുന്നത്. പൂക്കച്ചവടം കണ്ടില്ലേ? ഈ പൂവിൻ്റെ കച്ചവടം മാത്രമേ ഇവിടെ ഉള്ളൂ. അല്ലാതെ എല്ലാ സാധനങ്ങളും വെച്ച് നമ്മുടെ ഒരു നാട്ടിലെ കൂട്ടൊന്നും അല്ല കേട്ടോ. ഒരു സെപ്പറേറ്റ് സാധനം. അതൊരു തിരിയായാലും ഒരു എണ്ണയായാലും ആ ഷോപ്പിൽ അത് മാത്രമേ കാണൂ. അത് മാർക്കറ്റിലായാലും എവിടെ ആയാലും. അപ്പോൾ ഇത് ഈ കാണുന്നതെന്ന് വെച്ചാൽ ഇവർ തറയിലിരുന്ന് വെയിലത്തിരുന്ന് എല്ലാം ഇവർക്ക് ശീലം. ഞാൻ തന്നെ നോക്കി, എനിക്ക് കുറച്ച് നേരം ഒരു തലവേദനയും ഭയങ്കര അസ്വസ്ഥത ശീലമായിട്ടായിരിക്കും ഇവർക്ക്. വെയിലത്തും മഴയത്തും അങ്ങനെ ഒന്നുമില്ല. ഇവരുടെ ശരീരം എല്ലാത്തിനും റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടി കേട്ടോ. വള വാങ്ങി നോക്കി വന്ന് നമ്മുടെ എന്നും വാങ്ങിക്കുന്ന എന്നും നല്ല വല്ലപ്പോഴും ഞാൻ രണ്ടാമതാണ് ഇവിടെ വരുന്നത്. ആ വാങ്ങിക്കുന്ന വളക്കച്ചവടക്കാരെ തന്നെ കണ്ടുപിടിച്ച് ഞാൻ വള വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. മിക്സ് ചെയ്തൊക്കെ തരും. ഇപ്പോൾ ഈ പ്രാവശ്യം വാങ്ങിച്ച വളയ്ക്ക് 10 രൂപ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ 50 രൂപയുടെ വള. അപ്പോൾ വളയും വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നത്. കാരണം വെയിൽ കൊള്ളാൻ വയ്യ. മഴയാണെങ്കിലും വെയിലിനൊരു